കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവശല്യയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ നവംബർ മാസം 24 നവംബർ 24, 2024 അല്ലേ? എന്ന ദിവസം നമ്മൾ സ്വാഭാവികമായി പൗരാന്തരീക്ഷത്തിലായിരിക്കുന്നു. കർത്താവ് നമ്മെ ആത്മീയമായി ഉണർത്തട്ടെ. ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, തെറ്റായ ദിശകളിലേക്ക് പോകാതിരിക്കുവാൻ വചനം കൊണ്ട് നമ്മെ ബുദ്ധി ഉപദേശിച്ച് വചനത്തിലൂടെ നമ്മെ കറപ്ഷൻ ചെയ്ത് നടത്തുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളറിയും പോലെ വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പ്രത്യേക ന്യൂസ് പ്രകാരം ലോകമഹായുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പുകുട്ടലാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും യുദ്ധ നിരീക്ഷകരൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ട് ചേരിയായി മാറിയിരിക്കുക. നാറ്റോ സഖ്യങ്ങളും അമേരിക്ക, ഇസ്രായേൽ എല്ലാം, ഇന്ത്യ എല്ലാം കൂടെ ഒരു ഭാഗത്തും, സോവിയറ്റ് യൂണിയൻ, ഉത്തര കൊറിയ, അതുപോലെ ഇറാൻ, റഷ്യ, അവരെല്ലാം കൂടി ചേർന്ന് ഒരു ഭാഗത്ത്. അങ്ങനെ രണ്ട് ചേരിയായിട്ട് നിന്ന് യുദ്ധം ചെയ്യാനായിട്ടുള്ള പുറപ്പാടുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കത്തിക്കും, ഇപ്പം ഞാൻ തീർത്ത് കളയും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നെങ്കിലും അതൊക്കെ ദൈവഹിതപ്രകാരം മാത്രമേ നടക്കത്തുള്ളൂ. ദൈവം കൽപ്പിച്ചാൽ അതൊക്കെ സംഭവിക്കും. ഇല്ലെങ്കിൽ ഈ പറയുന്നവരുടെ വാക്കുകളെല്ലാം പാഴ്വാക്കുകളായിത്തീരും. കാരണം ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധം ദൈവഹിതപ്രകാരമാണ് നടന്നതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാം ലോകമഹായുദ്ധം ദൈവഹിതപ്രകാരമാണ് അത് നടന്നത്. ഒന്ന്, ഇസ്രയേലിൽ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള വഴിയൊരുക്കി. രണ്ടാം യുദ്ധം കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിച്ചു. ഇതൊരു മൂന്നാമതൊരു ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഇസ്രയേലിനെതിരെ സഖ്യകക്ഷികളെല്ലാം കൂടും, ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ. ഇതൊക്കെയാണ് വചനത്തിൻ്റെ പഠനങ്ങൾ. ഇതൊന്നും അറിയാതെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവരൊക്കെ ഇറക്കുന്ന പ്രസ്ഥാനങ്ങൾ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ്. അത് ഒരുപക്ഷെ നാളെ നടന്നുകൂടാകുകയില്ല, അല്ലെങ്കിൽ അടുത്ത മാസം 2025 നടന്നുകൂടാകുകയില്ല. ദൈവം ഒരു ക്ലിപ്ത സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോൾ ഈ യുദ്ധമൊക്കെ നടക്കാനിടയായിത്തീരും. ദൈവം അനുവദിക്കാതെ ഈ ഭൂമിയിൽ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ലെന്നാണ് വേദപുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ അനേക ആലോചനകളുണ്ട്, സോളമൻ പറഞ്ഞതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന നിവൃത്തിയാണ്. വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ പറയും ഇപ്പം അടുത്ത മാസം ഇപ്പം തന്നെ നടക്കും. ഇപ്പം ഇറാൻ തന്നെ ഇസ്രായേലിനെ കത്തിക്കും എന്ന് പറഞ്ഞിട്ട് എത്ര മാസങ്ങളായി പറയാൻ തുടങ്ങി. ഈ പറഞ്ഞുകൊണ്ടിരിക്കണതല്ലാതെ അവരുടെ നേതാക്കന്മാരെ കത്തിച്ചുകൊണ്ടിരിക്കുക ഇവർ. അത് നടക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ പറയുന്നതിന് ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകരാഷ്ട്രത്തിലെ നേതാക്കന്മാർ പറയുന്നതും ഈ പൊളിറ്റിക്സ് ലീഡേഴ്സ് പറയുന്നതും ഈ മത നേതാക്കന്മാർ പറയുന്നതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കരുത്. ഇതെല്ലാം വെറും പാഴ്വാക്കുകളാണ്. സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു, അത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവമക്കളായിട്ടുള്ളവരെ, വിശ്വാസികളായിട്ടുള്ളവരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ സോഷ്യൽ മീഡിയ, യൂട്യൂബിലൂടെയൊക്കെയും ഭയങ്കരമായ വാക്പോരുകൾ നടക്കാനിടയായി. അതിൻ്റെ പ്രധാന കാരണം കുറേ വചനം നിശ്ചയമില്ലാത്ത, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ അറിയാത്ത, അല്ലെങ്കിൽ ബാലിശമായ നിലയിൽ ദൈവവചനത്തെ കൂട്ടിച്ചേർക്കുന്ന, മറിച്ച് കളയുന്ന ചില സഹോദരന്മാരെ ഇറക്കിയ പ്രസ്താവനകളാണ് ആ രൂക്ഷമായ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. ഞാൻ ആരുടെയും വ്യക്തികളുടെ പേരുകളും ആ സഭയുടെ പേരുകളും ഒന്നും ഞാൻ പ്രസ്താവിക്കുന്നില്ല. കാരണം അത് വ്യക്തിവൈരാഗ്യങ്ങൾക്ക് കാരണമായി തീരുമെന്നുള്ളത് കൊണ്ട്. പേടിച്ചിട്ടല്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഉപദേശത്തിനെതിരെ ആരേത് ഉപദേശം പറഞ്ഞാലും അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതിന് പേരുകളും
സംഘടനയുടെ പേരുകളൊന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ അറിയാവുന്നവർക്കറിയാം. ഗലാത്യ ലേഖനം വായിക്കാനായിട്ട് താല്പര്യപ്പെട്ടത് തന്നെ അതുകൊണ്ടാണ്. ഗലാത്യ ലേഖനത്തിൻ്റെ പ്രത്യേകത ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ് ഈ ലേഖനം വിഭാവന ചെയ്യുന്നത്. യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അടിമനുഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദുരുപദേശങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, വചന വ്യവസ്ഥ വിട്ട് അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ കർത്താവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ വേണ്ടുന്ന ഉപദേശങ്ങളും പ്രബോധനങ്ങളുമാണ് ഈ ഗലാത്യ ലേഖനം വിഭാവന ചെയ്തത്. ഗലാത്യ ലേഖനം വായിച്ചു പഠിച്ചവർ വളരെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ആത്മീയ കോളത്തിൽ തന്നെ വലിയ വലിയ വിമർശകരായിട്ടുള്ളവർ, ദുരുപദേശ ഖണ്ഡകന്മാർ, ഖണ്ഡിക്കുന്നവരൊക്കെ ഇതിലെ വാക്യങ്ങളൊന്നും അടുത്തും ആരും ഉദ്ധരിക്കാറില്ല. എന്താ പറ്റി? ഈ ഗലാത്യ ലേഖനത്തിലെ വാക്കുകൾ എടുത്ത് ഉദ്ധരിക്കാറില്ല. കാരണം എന്താ? അവർക്കത് അറിയത്തില്ല, വായിച്ച് പഠിച്ചിട്ടില്ല. ലോകത്ത് ഏതൊക്കെ ഉപദേശങ്ങൾ കുമിള് പോലെ മുളച്ചു വന്നാലും പൗലൂസ് പറയുന്ന ഈ വാക്യത്തിൽ എല്ലാം അടിപ്പെട്ടു പോകും. ഞാനത് മുന്നമേ വായിക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്ന് വായിച്ചാട്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. ആ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവർ ശമിക്കപ്പെട്ടത്. ഞങ്ങൾ മുൻപറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശമിക്കപ്പെട്ടത്. 10-ാമത്തെ വാക്യം കൂടി. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിക്കുവാൻ നോക്കുന്നില്ല. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. ഗലാത്യ ലേഖനത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു വേദഭാഗമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത് പാഷന്മാരുടെ നാവിലോട്ട് ഇതൊന്നും വരത്തില്ല. എന്താണെന്ന് എനിക്കറിയില്ല. പൗലൂസ് എഴുതിയ ഉപദേശമല്ലേ ഇത്? ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഈ ദുരുപദേശം ഒന്നും ഈ ലോകത്ത് കുമിള് പോലെ മുളച്ചു വരത്തില്ല. ഈ വാക്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ച് അത് പ്രസംഗിച്ച് വിശ്വാസികളെ കേൾപ്പിച്ചെങ്കിൽ ഇന്ന് കാണുന്ന ദുരുപദേശങ്ങളിൽ നിന്നും ഒക്കെ ജനം വിടുതൽ പ്രാപിച്ചു പോയെന്നെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട പൗലൂസ് എന്ന് വ്യക്തമായി പറയാറുണ്ട്. ഞാനത് ഒത്തിരി പ്രാവശ്യം ആ വാക്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അതെത്ര കേട്ടാലും നമുക്ക് മതിയാകത്തില്ല. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവാം ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലൂസ്. അപ്പം യേശുക്രിസ്തുവും പിതാവാം ദൈവവും കൂടി പുതിയ നിയമസഭയുടെ അപ്പോസ്തലനായി ദൈവിച്ചു വെച്ചിരിക്കുകയാണ് പൗലൂസിനെ. ഇവിടുത്തെ ഒരു സംഘടനക്കാരും ആക്കിയതല്ല. സംഘടനക്കാരാക്കിയെങ്കിൽ ഈ പൗലൂസിൻ്റെ ഉപദേശമൊന്നും ഞാൻ കേൾക്കത്തില്ല, പഠിക്കത്തുമില്ല. കാരണം സംഘടനക്കാരാക്കി വെച്ചേക്കുന്ന ഉപദേശമൊക്കെ നമുക്കറിയാം എന്തൊക്കെയാണ് അവർ പറയുന്നത്. അവരൊക്കെ വചനവിരുദ്ധമായി പറയുകയാണ് ഏറെ പേരും, ഏറെ സിംഹഭാഗം പേരും. എന്നാൽ പൗലൂസ് ദൈവമാക്കി വെച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നല്ല കറതീർന്ന നിലയിൽ താൻ പഠിപ്പിക്കുന്നുണ്ട്. പൗലൂസിൻ്റെ ഉപദേശം പഠിച്ചാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ഉപദേശങ്ങളും പൗലൂസ് തരുന്നുണ്ട്. ദുരുപദേശത്തിന് രക്ഷപ്പെടാം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അങ്ങനെ എല്ലാ നിലയിലും ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർദ്ധനവിന്, ആത്മീയ നിറവിന് ആവശ്യമായ വചനങ്ങൾ പൗലൂസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ 5 അപ്പോസ്തലന്മാരും നമ്മെ പഠിപ്പിക്കും. ഇതൊന്നും ആരും പഠിക്കുന്നില്ല. ഇതൊന്നും ആരും പഠിക്കുന്നില്ല. പാസ്റ്റർമാർ പഠിക്കുന്നില്ല, വിശ്വാസികൾ പഠിക്കുന്നില്ല, ഇത് പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. പണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞതുപോലെ, എന്ത് പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയും, എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും. അതാണ് നമ്മൾ ആത്മീയ കോളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തം. ഇവിടെ ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ എത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു. ശ്രദ്ധിക്കുക, വാക്യം നോക്കിക്കൂടെ. പൗലോസ് പറയാം, വേറൊരു സുവിശേഷം, അനദർ ഗോസ്പൽ, അനദർ സ്പിരിറ്റ്, അനദർ ക്രൈസ്റ്റ്,
വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു. ഈ പാസ്റ്റർമാർക്ക് അറിയത്തില്ല, പറഞ്ഞിട്ടെന്താ കാര്യം? അവർക്കറിയാവുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പാവങ്ങൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് രാവിലെ ഹൃദയത്തിൽ കർത്താവ് തന്നൊരു ചിന്തയാ. ഈ വ്യാജ ഡോക്ടർമാർ ഇഷ്ടംപോലെ ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമായത്. ഓരോരുത്തരെ കൊണ്ടുപോയി പരീക്ഷിച്ച് അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഡോക്ടർ ആകാനുള്ള യാതൊരു യോഗ്യതയില്ല. അപ്പോൾ തന്നെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. അത് തന്നെ ആത്മീയ കോളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഈ ദൈവമാക്കി വെച്ച വചനത്തിൻ്റെ വെളിപ്പാടുകൾ പറയുന്ന ശുശ്രൂഷകന്മാരുടെ ഉപദേശത്തിൻ്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ജനത്തിന് കിട്ടാത്തത് കൊണ്ട് ജനം മുഴുവൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതിൻ്റെ പുറകെ ഇങ്ങനെ പോവുക. പണ്ടൊരു കുരങ്ങ് കളിപ്പിക്കാരൻ വന്നു. ഒരു കുരങ്ങിനെ ഇങ്ങോട്ട് ചാടറ, ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടറ, അങ്ങോട്ട് ചാടും, കൈ ഇങ്ങനെ വെച്ചിട്ട് പോകെ, ഇതിൻ്റെ പുറത്തുകൂടെ എടുത്തി ചാടറ, പുറത്തുകൂടെ എടുത്തി ചാടും. സ്വത്രം അത് പോയി എടുത്തോണ്ട് വേടാ, അത് എടുത്തോണ്ട് വരും. ഇപ്പുറത്തെ ഇടയ്ക്ക് എടുത്തോണ്ട് വരാം, എടുത്തോണ്ട് എല്ലാവരും കേൾക്കും. അതേപോലെ കുരങ്ങുകളി നടന്നുകൊണ്ടിരിക്കുക ഇത്. സഹോദരങ്ങളെ, ഞാൻ പരസ്യമായിട്ട് അവഹേളിച്ചോ ആക്ഷേപിച്ചോ പറയാമെന്ന് ചിന്തിക്കരുത്. ദൈവവചനത്തിലുള്ള ഉപദേശ സത്യങ്ങളെ കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞ് എന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കാം, പ്രവൃത്തി 1-ന്റെ 1 വായിക്കണം, 2 വായിക്കണം. 2 പ്രധാന വാക്യങ്ങൾ, ശക്തമായ വാക്യങ്ങളാണ് ഇതൊക്കെ. അവിടെ ഏത് വായിച്ചാണ്? ലൂക്കോസ് 1-ന്റെ 1, പ്രവൃത്തി 1-ന്റെ 1. തെയോഫിലൂസേ, വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ പൂർണ്ണമായി തോന്നിയിരിക്കും. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കി കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാര് കർത്താവ് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ നോട്ട്സുകൾ കുറിച്ചെടുത്തു. അന്നുണ്ടായ സംവിധാനങ്ങൾ വെച്ച് അവർ എഴുത്തുകളിലൂടെ അവർ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചുകൂടെ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്, കർത്താവ് പറഞ്ഞതൊക്കെ ഇവർ അവിടെ കുറിച്ച് വെച്ചു. അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെക്കുറിച്ച് വിശദമായി എഴുതേണ്ടതിനിടയായെന്നാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. ആദ്യം വായിച്ച വാക്യം, വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ, നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്നൊരു ചരിത്രം ചമപ്പാൻ പലരും ദുരിചിരിക്ക കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോൾ ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ കഴിയും. ഈ ഡോക്ടറായ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് കർത്താവ് പറഞ്ഞതൊക്കെ അവിടെ എഴുതി വെച്ചു. അത് സൂക്ഷ്മമായി പരിശോധിച്ച് താൻ എഴുതിയൊരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അതിൽ ലൂക്കോസ് പറയുന്നത് വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരായവർ, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ. ഇനി പ്രവൃത്തി 1-ന്റെ 1 വായിക്കാം. തെയോഫിലോസേ, അത് ലൂക്കോസ് എഴുതിയ 1-ാമത്തെ ചരിത്രം. യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ മുതൽ അവൻ ചെയ്തതും ഉപദേശിച്ചതും തുടങ്ങിയ സകലത്തെക്കുറിച്ച് ആയിരുന്നുവല്ലോ. അപ്പോൾ പ്രവൃത്തിക്കാരൻ എന്താ പറയുന്നത്? പ്രവൃത്തി പുസ്തകത്തിൽ എന്താ പറയുന്നത്? യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്. അപ്പോൾ ഈ കൽപ്പന വേറെ ആർക്കും കൊടുത്തില്ലേ? ഇല്ല, വേറെ ആർക്കും ഇല്ല. എൻ്റെ പൊന്നെ, വേറെ ആർക്കും ഇല്ല. അതൊന്ന് പഠിക്കണം നമ്മൾ. പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാര്, പുതിയ നിയമസഭയുടെ ഉപദേശം പറയുന്നവർക്ക് യേശു ക്രിസ്തു അല്ല, മോശയല്ല.
ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട് യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു. ഇനി രണ്ട് പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 1-2 വാക്യങ്ങൾ. ഇത് ക്ലിയർ കട്ടായിട്ടുള്ള വാക്യങ്ങളാണ് കിടക്കുന്നത്. 2 പത്രോസ് 3:1. ആ അല്ലോ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും ആമേൻ നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായ കൽപ്പന ഓർത്തുകൊള്ളണമെന്ന ഈ ലേഖനം എഴുതാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. മതി പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. മുൻപറഞ്ഞ വചനങ്ങൾ ഏതാ? മുൻപറഞ്ഞ വചനങ്ങൾ മോശ മുഖാന്തരം അരുളപ്പെട്ടത്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായവൻ അപ്പോസ്തലന്മാർ മുഖാന്തരം തന്ന കൽപ്പന. ഇതുകൂടി ഒന്ന് ചേർത്ത് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തിയുടെ 1:1 കൂടി ഇത് ചേർത്ത് വായിച്ച യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ഇത്ര വ്യക്തമായി കൃത്യമായി ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇതൊന്നും വായിച്ചു പഠിക്കാതെ വായി തോന്നുന്നത് പ്രസംഗിക്കുകയും മനസ്സിൽ തോന്നുന്നത് പറയുകയും ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ശിക്ഷ വരുമെന്ന് ഉറപ്പ്. കാരണം കർത്താവ് പറയാത്തതും അവിടെ ഇവിടെയൊക്കെ വല്ലവരും പറഞ്ഞതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചാൽ ഇത് കേട്ടിട്ട് ജനം ഇത് വിശ്വസിച്ച്, കാരണം ജനം വിശ്വാസികൾ വേദപുസ്തകം വായിക്കുന്നവരല്ല ഏറെ പങ്കും. എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ വിശ്വാസിയെ കൊണ്ടുപോകാനൊരു ചോദ്യം ചോദിച്ചാൽ ഒരു അക്ഷരം പറയത്തില്ല. അവർ വേദപുസ്തകം വായിക്കില്ല. പ്രാർത്ഥിക്കുന്നവരും കുറവാ, വളരെ കുറവാ. സ്വതന്ത്രം. അതുകൊണ്ട് എന്ത് വിളിച്ചു പറഞ്ഞാലും ആമേൻ 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 എന്ന് പറഞ്ഞിരിക്കുക. നമുക്കൊണ്ട് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ വചനം വായിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവ് എന്ന് പറഞ്ഞു, അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞു, വിശുദ്ധ പ്രവാചകന്മാരെന്ന് പറഞ്ഞു. യെശയ്യാ, യെരമ്യാ, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേ മുതൽ മലാഖി വരെയുള്ള പ്രവാചകന്മാർ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അതിന് വിരുദ്ധമായിട്ട് ആരെന്തു പറഞ്ഞാലും ഞങ്ങളതിനെ ഖണ്ഡിക്കും. അത് ഞങ്ങളുടെ ശുശ്രൂഷയാണ്. കേബ്ര സാറിൻ്റെയൊക്കെ കാലഘട്ടത്ത് IPCയിലെ പ്രധാന പാസ്റ്റർമാരായ കർത്താവിൻ്റെ ദാസന്മാർ ഖണ്ഡന പ്രസംഗം നടത്തുമായിരുന്നു. ഇതിനായി ഖണ്ഡന പ്രസംഗം നടത്തുന്നത് ദുരുപദേശം പറയുമ്പോൾ അതിനെ ഖണ്ഡിച്ച് പറയും. അതുകൊണ്ട് അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ശ്രദ്ധിക്കണം, ഈ ദുരുപദേശത്തിൻ്റെ വിത്ത് അവർ മുളയിൽ നുള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അങ്ങനെ ഖണ്ഡന പ്രസംഗമില്ല. ഞങ്ങളെപ്പോലെ ചിലർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ പ്രസംഗിക്കുക. ഇനി ഖണ്ഡന പ്രസംഗത്തിലേക്ക് കയറാൻ പോവാ ഞങ്ങളൊക്കെ. അപ്പോഴാണ് വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാൻ പോകുന്നത്. വചനത്തിന് വിരുദ്ധമായി പറയുന്നവർക്കെതിരെ ശക്തമായി പ്രസംഗിക്കുന്ന പ്രസംഗപീഠങ്ങൾക്ക് സ്വത്രം ഇരുന്ന് ഇത് ഈ വചനങ്ങളൊക്കെ പ്രസംഗിക്കാനായിട്ടുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൻ്റെ പേര് തന്നെ ഖണ്ഡന പ്രസംഗമൊന്നായിരിക്കും. സുവിശേഷ പ്രസംഗമൊന്നുമല്ല, വചനപ്രഘോഷണമൊന്നുമല്ല, ഖണ്ഡന പ്രസംഗം. ഇന്ന് കാണുന്ന ആത്മീയ കോളത്തിലെ ആത്മീയരെന്ന് പറയുന്നവരൊക്കെ പറയുന്ന ഉപദേശങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ പഠിച്ച് അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ വചനത്തിലൂടെ ഈ വിഷയങ്ങളെ ഖണ്ഡിച്ച് മറ്റുള്ള മുമ്പിൽ പ്രസ്താവിക്കാനിടയായി തരും. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ മാളത്തിൽ കയറിയേ പറ്റൂ. പിന്നെ അവർക്ക് സ്വൈരമായി വിരയിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ എന്തു പറയാവുന്ന സ്ഥിതിവിശേഷമായി. പൊളിറ്റിക്സിൽ ആരെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞാൽ അതിനെ എടുത്തങ്ങ് ആഘോഷിക്കുക സോഷ്യൽ മീഡിയ. അതുപോലെ ദുരുപദേശങ്ങൾ എന്തു പറഞ്ഞാലും അതിനെ അനുകൂലിച്ചും പ്രതികൂലിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പുസ്തകം വായിക്കാൻ സമയമില്ല. ഇപ്പോൾ ഇവരെന്തൊക്കെ പറയണം നേക്കാനുള്ള സമയമാണ്. ഞാൻ അതുകൊണ്ട് 1-2 പറയുന്നത് മാത്രം കേട്ടിട്ട് ദൂരെ കളയല്ല. കാരണം ഇതൊന്നും കേട്ടിരിക്കാൻ നമുക്ക് സമയമില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള സമയം ഇങ്ങനെയുള്ള വ്യർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇല്ല. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. ഞാൻ ആ ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരാം. വന്നിട്ട് 6-ാം വായിച്ച വാക്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോൾ മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും മനുഷ്യരുടെ എഴുത്തിൽ ഉറപ്പിച്ച പിതാവാം ദൈവത്തോലും അത്രേ അപ്പോസ്തലനുമായി നിയമിക്കപ്പെട്ട പൗലോസ് കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭർക്ക് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായിട്ട് ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ലോകം എങ്ങനത്തെ ലോകമാണ്? നമ്മൾ നല്ല ലോകമെന്ന് വെച്ചുകൊണ്ടിരിക്കുക. ദുഷ്ടപിശാചിന്റെ സംഹാര താണ്ഡവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ എടുത്താൽ ഞാൻ എപ്പോഴും പറയുന്ന ഭാഗങ്ങളാണ്. ഇത് കേട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലോട്ട് കയറട്ടെന്ന് എഴുതിയ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു.
അതിൻ്റെ 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അടുത്തത്, സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദി. 12-ാം വാക്യം. മറ്റത് 10-ാം വാക്യമാണ്. ഇതിപ്പോൾ 12-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? വായിച്ചേ 12. അബേ അടുത്ത, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളുവെന്നറിഞ്ഞ് മതി. പിശാചിനറിയാം അല്പകാലമേ ഉള്ളൂ, അവൻ്റെ കലത്തേക്ക് പിടിവീഴാൻ പോവുകയാണെന്ന് അവനറിയാം. നിർഭാഗ്യം എന്ന് പറയട്ടെ, പെന്തക്കോസ്തുകാർക്ക് അതറിയത്തില്ല. കർത്താവിൻ്റെ വരവാണെന്നും ന്യായവിധി ഉണ്ടെന്നും നന്മ ചെയ്തവൻ നന്മയ്ക്കായും തിന്മ ചെയ്തവൻ തിന്മയ്ക്കായും മാറ്റപ്പെടുമെന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. പലരും ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ അത് വിശ്വസിക്കുന്നുള്ളൂ. പിശാചിനറിയാം അവൻ്റെ പ്രവൃത്തി തീരാൻ പോവാന്ന്. പിശാച് ഒരു സ്പിരിറ്റാണ്. അവനറിയാം അവൻ്റെ കാലസംഖ്യ തീരാൻ പോകുന്നു. അവനെ നിത്യമായ നരകാഗ്നിയിലേക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദൈവം തൻ്റെ അധികാരത്തിൽ നിന്ന് അവനെ തള്ളിക്കളയാൻ പോകുന്നു. അവൻ നാശത്തിലേക്ക് പതിക്കുന്നതിന് മുൻപ് ഒരു നാടൻ ഭാഷയുണ്ട്, നിന്നെ കൊല്ലും ഞാനും ചാവും. കുറേ എണ്ണത്തിനെ കൊണ്ടേ ഞാൻ പോവുള്ളൂ എന്നൊരു വാശിയാണ് അവന്. ഇത് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. നമ്മൾ പൊട്ടന്മാരെ പോലെ ഇരിക്കരുത്. നമ്മൾ വചനം വായിച്ച് പഠിക്കണം. എസ്പെഷ്യലി മത്തായി മുതൽ വെളിപ്പാട് വരെ ഒരു 100 പ്രാവശ്യം പ്രാർത്ഥനയോടെ വായിച്ച് പഠിക്കണം. കാര്യങ്ങളുടെ പൊരുളുകൾ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരും. അതിൻ്റെ കുറവാണ് ഇന്ന് കാണുന്ന ഈ അപശബ്ദങ്ങളൊക്കെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം. പിശാചിൻ്റെ പ്രവൃത്തി അത് ശക്തിയോടെ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ചില വേദപണ്ഡിതന്മാർ, എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ളവർ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചതിൽ മനസ്സിലാക്കിയത്, യെദുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരാൻ ഏകദേശം 15ഓളം സംഘടനകൾ ആഹാരോർത്ഥം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. 15 സംഘടനകൾ യെദുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അതിനുള്ള വഴികൾ, റൂട്ടുകൾ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ അതുപോലെ വരാൻ പറ്റില്ല. അതിന് ചില വ്യവസ്ഥകളുണ്ട്. അതിൻ്റെ പിന്നിൽ ദൈവം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെദുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ചാടിക്കാനായിട്ടൊരു സമയമുണ്ട്. അത് ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷമാണെന്ന് വേദപണ്ഡിതന്മാർ ഒന്നടങ്കം പറയുന്നു. അതിനെതിരെ പറയുന്ന കുറേ ദുർപദേശികളുമുണ്ട്. അതങ്ങ് പിള്ളങ്ങ് വിടുക. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ യെദുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അതിൻ്റെ ഫുൾ ശക്തിയോടുകൂടി വരും. അതിന് പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന ഒരു വേദഭാഗം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. എന്തുകൊണ്ട് ഇപ്പോൾ വെളിപ്പെടുന്നില്ല അധർമ്മമൂർത്തി? എന്തുകൊണ്ട് എതിർക്രിസ്തു വെളിപ്പെടുന്നില്ല? പരിശുദ്ധാത്മാവ് തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് തടയുന്നത്? ദൈവസഭയുടെ ഉള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് തടയുന്നത്? നിത്യജീവനായി നിയമിക്കപ്പെട്ടവരായി രക്ഷ പ്രാപിക്കാൻ അവരും ഒരുങ്ങി വരണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തടയുക. റോമാലേഖനത്തിലെ പഠനപ്രകാരം ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുമ്പോൾ പരിശുദ്ധാത്മാവ് വഴിമാറി കൊടുക്കുകയും സഭ എടുക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് സമയം കൊണ്ട് പോവുകയും പിന്നെ യെദുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും ചെയ്യും. പിന്നെ യെദുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൻ്റെ കീഴിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാൻ വചനത്തിലൂടെ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഞാൻ ആ വാക്യം അങ്ങനെ തന്നെ വായിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞാൻ ആ വാക്യം അങ്ങനെ തന്നെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിലെ 1 മുതൽ വായിച്ചാലും കുഴപ്പമില്ല. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്ന ഉടനെ പെരിഞ്ചൂളിയിലെ പുക പോലെ, മഹോദരകാലത്ത് നടക്കുന്ന സമയമാണ് കേട്ടോ, വിഷയങ്ങളാണിത്. പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ചന്ദ്രനും ആകാശവും സൂര്യനും ഇരുണ്ടുപോയി. അപ്പോൾ സൂര്യൻ ഇരുണ്ട എല്ലാം പോയില്ലേ? പിന്നെ അടുത്ത
പുകയിൽ നിന്ന് വെട്ടുകിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിലുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിലും പച്ചയാതൊന്നിലും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ കുത്തുന്നത് പോലെ ഉള്ള സ്വത്രം തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവനെ വിട്ട് ഓടി. മലകളെ, പർവ്വതങ്ങളെ, ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് വേറൊരു ഭാഗത്ത് കാണാൻ കഴിയുന്നു. ഈ ഘോരമായ പീഡാകാലത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരും വീണു പോകാതിരിക്കാനായി പ്രസംഗിക്കുന്നത്, അല്ല വേറെ ഒന്നിനുമല്ല. ഈ മഹോദരകാലത്ത്, ഈ പീഡാകാലം, മരിക്കാൻ ഒരു മനുഷ്യൻ കൊതിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ദയാവധം എന്നൊരു സംവിധാനമുണ്ട്. രോഗം മൂർച്ഛിച്ച് രക്ഷപ്പെടാനായിട്ട് സാധ്യതയില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ മരുന്ന് കൊടുത്ത് കൊന്നുകളയാനായിട്ട് ബന്ധക്കാർ പറഞ്ഞു കൊടുക്കും. കാരണം ഈ സുബോധങ്ങൾ ഇല്ലാതെ കിടക്കുന്ന ഒരു രോഗിയായിരിക്കും, ഒരു അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം. മക്കൾ പറയും, ഞങ്ങൾ അപ്പനെ ഇങ്ങോട്ട് കൊന്നു തന്നോ, ഞങ്ങൾ കൊണ്ടേ കുഴിച്ചിടാം, അല്ലെങ്കിൽ കത്തിച്ച് കളയാം. അതിനേക്കാൾ ഭീകരമാണിത്. മരണത്തെ കൊതിക്കുന്ന, മരണത്തിന് വേണ്ടി ദാഹിക്കുന്ന, മരണത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു കാലം വരുമെന്ന് സത്യവേദ പുസ്തകം പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അത് മഹോദര കാലത്തായിരിക്കും സംഭവിക്കുന്നത്. അതിൽ നമ്മൾ വന്ന് ചാടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്ത് നിന്ന് ദൈവവചന വ്യവസ്ഥപ്രകാരം ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടിവിക്കേണ്ടതിന്. ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ. 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ലോകത്തുള്ള മനുഷ്യൻ്റെ ആത്മീയ കണ്ണ് മുഴുവൻ കുരുടായി കിടക്കുക. ഞാനതിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പെന്തക്കോസ്തുകാരുടെ 95% കണ്ണുകളും കുരുടായിരിക്കുക. അതുകൊണ്ടാണല്ലോ ഈ വചനം അവർ ഗ്രഹിക്കാത്തത്. അതുകൊണ്ടാണല്ലോ തിരുവചന സത്യങ്ങൾ അവർ പഠിക്കാത്തത്. അതുകൊണ്ടാണല്ലോ വചനവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ തെറ്റിപ്പോകുന്നത്. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയായികൾ തെറ്റിപ്പോകുന്നു. ദൈവശക്തി ഏത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏത്? പിശാചിൻ്റെ ശക്തി ഏത്? തിരിച്ചറിയത്തില്ല. സത്യവചനമേത്, പത്യവചനമേത്, ദുരുപദേശമേതെന്ന് തിരിച്ചറിയത്തില്ല. അങ്ങനെ ഒരു അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനം എല്ലാവരും വായിച്ചു പഠിക്കണം. പൗലൂസ് ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിലേക്ക് പോകുന്നതും മറ്റു ദുരുപദേശങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഇവിടെ എൻ്റെ അനിയൻ്റെ മോൻ ഈ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഞാൻ ഗലാത്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുക അപ്പാന്ന് പറഞ്ഞു. ഞാനോട് ചോദ്യം ചോദിക്കട്ടെ എന്ന് മുങ്ങി കളഞ്ഞവൻ. എന്താ പഠിക്കുന്നത്? ചുമ്മാ വായിച്ചാലല്ലോ മനസ്സിലാവുന്നത്. എടാ, ഇതൊന്നും പഠിപ്പിക്കാൻ ഇന്ന് പാസ്റ്റർമാർ ലോകത്തിലില്ല. വളരെ ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ഗലാത്യ ലേഖനം പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ലേഖനങ്ങൾ പഠിപ്പിക്കുവാൻ വളരെ കുറഞ്ഞ ഒരു ശേഷിപ്പ് ശുശ്രൂഷകന്മാരെ ഇന്ന് ഭൂമി ജീവിച്ചിരിപ്പുള്ളൂ. ദൈവമാക്കി വെച്ചവരിൽ നിന്ന് വചനം പഠിക്കുമ്പോഴാണ് യഥാർത്ഥ പഠനം നമുക്ക് കിട്ടുന്നത്. എഫേസ്യർ 4:11 അവൻ ചിലർ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ആരെ നിയമിച്ചു? ദൈവം നിയമിച്ചു. ആ ദൈവം നിയമിച്ചവരിൽ നിന്ന് ഇത് പഠിക്കുമ്പോഴേ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടത്തില്ല. കുഴഞ്ഞു പോകും. ശ്രദ്ധിക്കുക. സ്വത്രം. അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ ദുഷ്ടലോകം, പിശാച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. മത്തായി 4, ലൂക്കോസ് 4 വായിച്ചു പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. യേശുവിനെ പരീക്ഷിക്കുന്ന ഒരു വേള കാണാൻ കഴിയും. 3 രീതിയിലാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നത്. ആ 3 പരീക്ഷ ഘട്ടങ്ങളെയും എന്ത് ചെയ്തു? യേശു വിജയിച്ചു. നമ്മളാണെങ്കിലോ നമ്മുടെ വിക്കറ്റ് കൊണ്ട് അവൻ പോയല്ലേ ചിരിക്കുന്നു. കാരണം തിരുവഴുത്തുള്ളിൽ വിട്ടാകട്ടെ, വചനം ഉള്ളിലുണ്ടാകട്ടെ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ വചനത്തിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചന ഹൃദയത്തിൽ സംഗ്രഹിക്കട്ടെ.
വായിച്ച് പഠിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ എത്ര ശക്തനാണെന്ന് പറയുന്നതിനെ പറിച്ചു കളയും സാത്താൻ. രണ്ട് ശക്തികളാണുള്ളത് ഈ ഭൂമിയിൽ. ഒന്ന് ദൈവത്തിന്റെ ശക്തി, രണ്ട് സാത്താന്റെ ശക്തി. മനുഷ്യന്റെ എല്ലാ മാൻ പവറിനേക്കാളും ശക്തിയേറിയതാണ് പിശാചിന്റെ ശക്തി. അതിനെ അതിജീവിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ദൈവാത്മാവിന്റെ അത്യന്ത ശക്തി ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നവർക്ക് മാത്രമേ ഈ പിശാചിന്റെ ശക്തികളെയും ഈ ഉപദേശങ്ങളെയും ദുരുപദേശങ്ങളെയും ഒഴിഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ നമ്മുടെ കട പറിച്ചുകളെയും. ഈ കട പറിക്കുക എന്ന് പറഞ്ഞ ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു വൃക്ഷത്തെ കടയോടുകൂടി പറിച്ചു കളഞ്ഞാൽ അത് മുഴുവൻ പോയി, പിന്നെ അതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ആ അർത്ഥത്തിലാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ദുഷ്ടലോകമാണ്. നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഞാനിത് നിനക്ക് തരാം, ഇതെങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. 1 യോഹന്നാൻ 5:19. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഒട്ടനവധി വാക്യങ്ങളും കാണാൻ കഴിയും. ഈ ലോകത്തിന്റെ ഭരണസാന്നിധ്യം മിസ്റ്റർ പിശാചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആത്മീയർ എന്ന് പറയുന്ന ജഡീകന്മാർക്കും ഇന്നത്തെ നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും ലോകമനുഷ്യർക്ക് പിന്നെ ഒട്ടും അറിയത്തില്ല. അവരിതൊന്നും വിശ്വസിക്കുന്നില്ല. അവരവസാനം നരകാഗ്നി പോയി കിടന്ന് ഊളിയിടുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഓ ഇതൊക്കെയാണല്ലേ പാസ്റ്റർമാരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ വരുമെന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാകണമെന്ന് അവിടെ കിടന്നൊരു ചിന്തിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ധനവാൻ ലാസർ കഥ പഠിക്കുമ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ ഒരു വലിയ പിളർപ്പുണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന്